നല്ല വെൽക്കമിങ് ആണല്ലോ. അതെ. നമ്മളിപ്പോൾ ഉള്ളത് ഫൈസൽ കാ മലബാറിൻ്റെ കൂടെയാണ്. മലബാർ ഗോൾഡിൻ്റെ വൺ ഓഫ് ദ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. മൂപ്പര് കാറിന്റെ വീഡിയോ എടുക്കലാണ് മൂപ്പര പരിപാടി. അതല്ലെങ്കിൽ 4-5 മാസം കൊണ്ട് വേൾഡ് നമ്പർ 1 ജ്വല്ലറി മാനുഫാക്ചറിങ് കമ്പനി ആയിട്ട് മലബാർ ഗോൾഡ് മാറും. ഒരു ഇൻഫ്ലുവൻസർ ഫാദർ മകനാവാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. നമ്മുടെ റോൾസസ് കളീനുണ്ട്, മായബാഗ് ജ്വല്ലേഴ്സും ഉണ്ട്. എന്താ രണ്ടിൻ്റെ അഭിപ്രായങ്ങളാണ്? അതെ നിങ്ങളെ ലൈഫിൽ സ്വന്തമായിട്ട് വാങ്ങിയ ഫസ്റ്റ് വണ്ടിയാണ്? അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒറ്റയടി എൻ്റെ പെരടിക്ക് വന്നു കുരുത്തക്കേട് കളിക്കുന്നതാണ്. ആടി സാർ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഫൈസൽ കാ എന്താ വർത്തമാനം? എന്താ ഫൈസൽ കാ? ആസ് ഓൾവേസ് വെരി യങ്, ഫ്രഷ്. സുഖല്ലേ? ഓ, കുറേ ആയിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ടില്ല. ഞാൻ കുറേ ആയിട്ട് നിങ്ങൾ വിളിക്കുന്നത് എനിക്കറിയാം. എന്തായാലും വാവ്, നല്ല വെൽക്കമിങ് ആണല്ലോ. അതെ അതെ അതെ. 2 അമേസിങ്, ആക്ച്വലി 3 അമേസിങ് സാധനം. ഇതിപ്പം ലേറ്റസ്റ്റ് അല്ലേ? ഇത് ലേറ്റസ്റ്റ് മോക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത കാറാണ്. സർപ്രൈസ് ചെയ്ത കാറാണ്. പക്ഷേ ഓള് ഇത് ഉപയോഗിക്കാറില്ല. അപ്പം ഞാനും ജാസിയും പവാസും നിങ്ങൾ ഉപയോഗിക്കും. നിങ്ങളെ മോള് സർപ്രൈസ് ചെയ്തപ്പോൾ ജാസിമിന്റെ വണ്ടി ഇവിടെ GLE കൂപ്പേ ചെറിയൊരു വണ്ടിക്കൊരു വൈപ്പർ പാൽഫെക്ഷൻ ആയിട്ട് ഇപ്പം സർവീസ് സെന്ററിലാണ്. ഓക്കെ ഓക്കെ. ശരിക്കും കാറിന്റെ ആൾട്ടോ. എനിക്കറിയാം, ചെറുപ്പം മുതലേ കാണുന്നതും എന്നോട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തും അത് എന്നോട് പറയലുണ്ട് വണ്ടീൻ്റെ പ്രാന്തിനെ കുറിച്ചിട്ട്. ഒന്നൊരു കാറ് നമ്മൾ സർപ്രൈസ് മറ്റേ കാറുണ്ടല്ലോ, ശരിക്കും സർപ്രൈസ് ആക്കിയിട്ട് ശരിക്കും ചമ്മി. നല്ല രസമായിരുന്നു ആ ഫേസ് കാണാൻ. തന്നേരം ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. അത് ഷെയർ ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പം നമ്മളിപ്പം നമ്മളെ കൂടെ ഉള്ള നമ്മളെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇപ്പം വിളിക്കുന്ന, എന്നാൽ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ജാസിം കഴിഞ്ഞ തവണ ഒരു ബ്രദറെ മോളെ കല്യാണത്തിന് വരുന്ന കാര്യമുണ്ട്. ഒരു ഇൻഫ്ലുവൻസർ ഫാദർ മകനാവാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ബിസിനസ്മാനായി തുടങ്ങിയുള്ള ഫൈസൽക്ക ഇൻഫ്ലുവൻസറായി മാറിയ കഥ മോൻ തന്നെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഫൈസൽ കാ മലബാറിൻ്റെ കൂടെയാണ്. മലബാർ ഗോൾഡിൻ്റെ വൺ ഓഫ് ദ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, മെയിൻ ബോർഡ് മെമ്പർ, മകൻ ജാസിം. നമ്മളിപ്പോൾ ഉള്ളത് പുള്ളിയുടെ വീട്ടിലാണ്. കുറേ വർഷമായിട്ട് നമ്മൾ പരിചയമുണ്ട്. എൻ്റെ ഉപ്പ ഉമ്മ എല്ലായിട്ടും പരിചയമാണ്. ഇവരെല്ലാവരും ഭയങ്കര എന്താ പറയുക, ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ പറയും. കാരണം ഞങ്ങൾ പരിചയപ്പെടുന്ന ഫസ്റ്റ് എനിക്ക് ഓർമ്മയുള്ളത് റാഫി നൈറ്റിനാണ്. റാഫി സിംഗറെ പാട്ടിൻ്റെ പരിപാടിക്ക് ഇപ്പം അതിൻ്റെ ആളാണ്. അപ്പോൾ ഇവരെല്ലാതെല്ലാം ആസ്വദിച്ച് നടക്കുന്ന ലൈഫ് ചില്ലായിട്ട് പോകുന്ന ആൾക്കാരാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഇതൊരു ഫോർമലായിട്ട് ചെയ്യല്ല, ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഫൈസൽ കാ, വെൽക്കം ടു ദ ഷോ. വെൽക്കം. നമ്മൾ മോഹൻലാൽ ഡയലോഗ് അടിക്കുന്നുണ്ട് മലബാറിൻ്റെ ക്യാപ്ഷനിൽ, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. യെസ്, അത് തന്നെയാണ് നമ്മൾ അതങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. സത്യമായിട്ട്. യെസ്. അപ്പം ഏതായാലും ഫൈസൽ കാ, മലബാറിനെ കുറിച്ചിട്ടും നിങ്ങളെ എക്സ്പീരിയൻസ്, വണ്ടിപ്രാന്തനല്ല പക്ഷെ വണ്ടി എൻജോയ് ചെയ്യുന്ന ആളെ എനിക്കറിയാം. നിങ്ങൾ ഒരുപാട് ആൾക്കാരോട് യാത്ര ചെയ്താണ്, അതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഫാമിലിയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആക്കുക ഈ എപ്പിസോഡ്. ഓക്കെ, ഒന്ന് വെൽക്കം ചെയ്യല്ലേ. വെൽക്കം ടു ഫ്ലൈ വീൽ. ഇറ്റ്സ് എ ഫൺ എക്സ്പീരിയൻസ് വിത്ത് ഫൈസൽ കാ. താങ്ക് യു. ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ടായിരുന്നു എൻ്റെ കൈയൊക്കെ അത്രയും വേദനിച്ച എൻ്റെ ഒരു മരുമകനാണ്. അപ്പോൾ ആദ്യത്തെ മോൻ. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമകനാണ്. എനിക്കും നിഷാദനും. നമ്മളെ സ്വന്തം മകൻ തന്നെ. ഞാൻ ഇവനിവിടെ കാറ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ഓനോട് നിസാൻ പെട്രോൾ വന്നിട്ട് കാർ ഞാൻ വാങ്ങി കൊടുത്ത്. പിന്നെ അങ്ങനെ ഇത് പൊങ്ങച്ചൻ പറയല്ല. അപ്പോൾ എൻ്റെ അത്ര ഞാൻ റോളക്സ് വാച്ച് വാങ്ങി കൊടുത്ത്. ഇഷ്ടമാണ് കാണിക്കുന്നത്. ഫൈസൽക്കനെ അറിയുന്നവർക്ക് അറിയാം, ഇത് പൊങ്ങച്ചൊന്നുമല്ല. എനിക്ക് നല്ലോണം അറിയാം. ഞാൻ ഫൈസൽക്കനെ കുറേ വർഷമായിട്ട് കാണുന്നതാണ്. പിന്നെ മൂപ്പർ ഇത്രയും കൂളായിട്ടൊരു മനുഷ്യനുമാണ്. അപ്പോൾ അതുകൊണ്ട് ഐ ഡോണ്ട് ജഡ്ജ് യു, റിയലി പറയാണ്. ഷിബിലിനെ ഞാൻ റീസെൻ്റ്ലിയാണ് പരിചയപ്പെട്ട്. നിഷാഖിൻ്റെ വീട്ടിലുണ്ട്. ഈസ് ഓൾസോ പാർട്ട് ഓഫ് മലബാർ ഗോൾഡ് പ്രൊഡക്ഷനിലല്ലേ? നിഷാദിൻ്റെ ഭയങ്കര പറ്റിയ റൈറ്റ് ഹാൻഡ് ആണ്.
മൂപ്പര് നിഷാദ് എന്ന് പറഞ്ഞാൽ മൂപ്പര് റോൾ മോഡലാണ് നിഷാദ്. ഓക്കെ നിഷാദിനെ പറ്റി പറയുമ്പോൾ ഭയങ്കര 100 നാക്കാണ്. പക്ഷേ എന്ത് പറഞ്ഞാലും അതിലൊരു ശരി ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഞാനും നല്ല അടുപ്പാണ്. പക്ഷേ ബേസിക്കലി നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം, ഞാൻ ഇവിടെ വന്നപ്പോഴും പലപ്പോഴും ഫൈസൽഖാൻ്റെ വീഡിയോയിലും തന്നെ റീലെല്ലാം കാണുന്നത് വെരി ഫാമിലി ബോണ്ടഡ് മാൻ അല്ലേ? നിങ്ങൾ ഫാമിലി ഒരു ബോണ്ടിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഞാനത് ആത്മാർത്ഥമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കുറേ മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഞാൻ റിയലൈസ് ചെയ്തു. നമ്മൾ കുറേ കഴിയുമ്പോഴാണല്ലോ റിയലൈസ് ചെയ്യുക. അതെ അതെ. എൻ്റെ ഒരു 44 ശേഷമാണ് പേരൻസ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്കുള്ള തിരിച്ചറിവ്. അപ്പോൾ അത് നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. അതെ, അത് നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടാന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. അത് കറക്റ്റാണ്. അത് ഞാൻ ശരിക്കും അഡ്മയർ ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ അറിയാം, നമ്മൾ പലപ്പോഴും നമുക്ക് പല തിരക്കിലും പല അവസരങ്ങളും നമുക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നും. പക്ഷേ അത് ഒരു എന്താ പറയുക, നമ്മുടെ കർമ്മം ധർമ്മം എല്ലാം ആയിട്ട് നിൽക്കേണ്ടതാണ്. പ്ലീസ് ബി എ ഫാമിലി പേഴ്സൺ അല്ലേ? ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം. അങ്ങോട്ടേക്ക് നല്ല. ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മ. ഞാൻ ഉമ്രക്ക് പോകുന്നുണ്ട്. നമ്മളെല്ലാം ദ്വാരം ഉൾപ്പെടുത്തണം. എൻ്റെ പേര് ഹാനി എന്നാണ്. ഹാനി, ഞാൻ കോഴിക്കോട് തന്നെയാണ്. ഇതാണ് ഹണി മുസ്തഫ. അസ്സലാമു അലൈക്കും. നിങ്ങളെ റഷീദില്ലേ നമ്മളെ തോട്ടത്തിൽ, റഷീദ് ഖാൻ്റെ സുഹൃത്തുണ്ട് മുസ്തഫ. മൂപ്പറ മകനാണ്. 1 and only once ആണ്. അതെ, ഒരേ ഒരു മോനാ. ഒറ്റ ആളേ ഉള്ളൂ. മൂപ്പര് കാറിൻ്റെ വീഡിയോ എടുക്കലാണ് മൂപ്പര പരിപാടി. ഇന്നിവിടെ കാറിൻ്റെ വീഡിയോസും നിങ്ങളെല്ലാം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഫൈസൽഖാനായിട്ട് കുറേ വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ മൂപ്പരെപ്പം വീട്ടിൽ ക്ഷണിക്കുന്നതാണ്. എനിക്ക് വരാൻ പറ്റാറില്ലെന്ന്, പക്ഷെ വന്നപ്പോൾ കരുതി അതൊരു വീഡിയോ ആക്കി മാറ്റാം. പിന്നെ മൂപ്പരൊരു ബന്ധം അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കരുതി. അതുകൊണ്ട് നമ്മൾ വളരെ ഹാപ്പിയാണ്. ഉപ്പ, പെങ്ങള്, സിസ്റ്റർ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. മാഷാ അല്ലാ. സന്തോഷം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. ഉംറയ്ക്ക് പോകുന്നുണ്ട്. നിങ്ങളും നമുക്ക് വേണ്ടി ദ്വാരിക്കണം, ദുആ ചെയ്യണം. മാഷാ അല്ലാ. ഒരു കൂടുതൽ ബിസിനസ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ദുബായിലും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അതെ, നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇവിടുത്തെ കാറിൻ്റെ ഷോറൂമിൻ്റെ ആൾക്കാർ വിളിച്ചാലാണ് അതാണ് മൂപ്പർ ഇൻകം. അതെ അതെ. ആമീൻ ആമീൻ. ദുആ ചെയ്യാം. ഫൈസൽക്കാ, അപ്പോൾ നമ്മളിവിടെ 3 വണ്ടി ഉണ്ട്. അതേതായാലും നിങ്ങൾ എടുക്കുന്നല്ല എനിക്കറിയാം. ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. നമ്മുടെ റോൾസ് കളിനുണ്ട്, മാബാക്ക് ജ്വല്ലേഴ്സും ഉണ്ട്. എന്താ രണ്ടിൻ്റെ അഭിപ്രായങ്ങൾ? എനിക്ക് കൂടുതൽ കംഫർട്ട് എന്താണെന്ന് ചോദിച്ചാൽ 100% ഞാൻ പറയാം മൈബാക്കാണ്. മൈബാക്ക് ഓടിക്കാൻ നല്ല സുഖമാണ്. നിങ്ങൾ ഓടിക്കാറുണ്ട്? ഞാൻ ഓടിക്കാറുണ്ട്. ഈവൻ എൻ്റെ സെക്രട്ടറി, എൻ്റെ മാനേജറായിട്ടുള്ള മർജാൻ പറയൂ, പൈസക്ക് ഓന് ഇതന്നെ ഓടിക്കാൻ ഇഷ്ടം. അത് ശരി. കാരണം ഓൻ പറയുന്നത് മോളൊന്നും ഇതിന് കാണുന്നില്ല എന്ന് പറയും. ആ ബോണറ്റിൻ്റെ മുകളിൽ സ്പീഡ് ഉണ്ടല്ലോ, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസക്ക് എനിക്ക് മൈബാക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. ശരി. അപ്പം മർജാനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വണ്ടി തന്നെയാണ് മൈബാക്ക്. പിന്നെ ഓനോട് ചോദിച്ചാൽ ഓനും പറയാം എൻ്റെ ഫേവറേറ്റ് കാറ് മൈബാക്ക് എന്ന് ഓൻ പറയാം. മർജാൻ ഒന്ന് വാ. മർജാവൊന്നും വേണ്ട, കാഷ്വൽ ബാബാ. ഒരു സെലിബ്രിറ്റി കേട്ടോ. ഇത് നമ്മുടെ മർജാൻ ഫൈസൽഖാൻ്റെ സാരഥിയാണ്, സ്വന്തം ആളാണ്, റൈറ്റ് ഹാൻഡ് ആണ്. നമ്മൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പം മർജാനെ മൈബാക്കിൻ്റെ ആളാണോ? ഇഷ്ടം. ഇത് ഓടിച്ചിരുന്നോ കളിന്? അപ്പോൾ ഫൈസൽക്കും അത് തന്നെ ഇഷ്ടം. ഫൈസൽക്ക് ഓടിക്കലുണ്ടോ? ആണല്ലേ? അല്ലല്ല, ഞാൻ ഇവനെ ഇടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണ്ടോ. എനിക്ക് ചില വീഡിയോ ഒക്കെ എനിക്ക് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യണം. ശരിയാ, മോനെ സൈഡിൽ നിന്ന് എഡിറ്റ് പോസ്റ്റ് ചെയ്യുന്ന അറിയാം. അപ്പോൾ ഞാൻ അടുത്ത് ഓടിക്കും. നാട്ടിലിപ്പോൾ ഓടിക്കലുണ്ടോ? നാട്ടിൽ ഓടിക്കും. തീരല്ല. നാട്ടിൽ അടുത്ത് ഓടിച്ചിന് കേട്ടോ, ജിമ്മിൽ പോകാൻ വേണ്ടി. ആണോ? ഞാനൊരു വണ്ടിയിൽ കൊണ്ട് കുടിച്ച് ഒരു ബസ്സിന്റെ അടുത്ത് ഒരു ബൈക്കിന് കൊണ്ടുപോയി കുത്തി. ഭാഗ്യത്തിന് ബൈക്കിനൊന്നും പറ്റിയില്ല. എന്റെ വണ്ടി ചെറുങ്ങനൊന്നും ചതുങ്ങി. എന്നോട് ബ്രേക്ക് കെട്ടിപ്പോയി. ശരി. പെട്ടെന്ന് ബ്രേക്ക് കെട്ടിപ്പോയി ഒരു ബൈക്ക് വന്ന്. പിന്നെ ഞാൻ പറഞ്ഞു കൂടുന്നു. അപ്പോൾ ഓക്കെ. അപ്പം ഞങ്ങൾക്കൊരു നല്ലൊരു തമാശയുള്ള ഒരു സ്റ്റോറി പറയാം. അതെല്ലാം നമുക്ക് ശരിക്കും നടന്ന സംഭവമാണ്. ശരിക്ക് നമ്മളെ ഫസ്റ്റ് വണ്ടി ഒരു കമാൻഡർ ജീപ്പായിരുന്നു. ജീവിതത്തിൽ ഉപ്പാക്ക് വണ്ടി എടുക്കുന്നതൊക്കെ പേടിയാണ്. പറയും മോനെ വണ്ടി ഒന്നും എടുക്കണം പറയും. അപ്പോൾ നമ്മളൊരു കമാൻഡർ ജീപ്പ്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ബഷീർ, ഞാനും നിഷാദ്, ഞങ്ങൾ 3 ആളും കൂടി ഒരു കാർ വാങ്ങി. പകുതി നമ്മൾ ഉപയോഗിക്കും, പകുതി ഓർ ഉപയോഗിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ സിസ്റ്ററിനെ ഞങ്ങളും കൂടി ഒരു ഹോസ്പിറ്റലിൽ മലപ്പുറം പോയി. മലപ്പുറം അല്ല, ഫറൂഖിൽ പോയി തിരിച്ചു വരുമ്പോൾ
അപ്സര തിയേറ്ററിൽ ആ അപ്സര. അവിടെ സിനിമ വിട്ട പാടാം. അപ്പം ഞാനാ ഓടിക്കുന്നത്. ഞാനന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ജസ്റ്റ് എടുത്തിട്ടുള്ളൂ. വണ്ടി ഓടിച്ചപ്പോൾ കുറേ ആളങ്ങോട്ട് തട്ടി തട്ടിയിട്ട് പിന്നെ ഈ ആൾക്കാരെല്ലാം കൂടി വന്നിട്ട് എന്നെ അടിക്കാൻ വരിക. അപ്പോൾ ഉപ്പ ഭയങ്കര ബുദ്ധിമാനാണ്. ഉപ്പാവ അവർ അറ്റാടി എൻ്റെ പെരടിക്ക് വന്നു കുരുത്തക്കേട് കളിക്കുന്നതാണെന്ന് വെച്ചു. അപ്പോൾ ഓലെന്ത് ചെയ്ത് ഓലടി നിർത്തി. പിന്നെ ഞാൻ ആയിക്കോളാം ഇനി മാറിക്കുന്നതാണ് ഡ്രൈവറോട് വണ്ടി അങ്ങനെ ഉപ്പാനെ രക്ഷിച്ചു. അല്ലെങ്കിൽ മറ്റൊരടി കൊള്ളണ്ടി അതിനേക്കാൾ എത്ര സുഖമുള്ള അടിയായിരിക്കും. പല അടിയാകുമ്പോൾ എന്നോട് പറഞ്ഞു മോനെ ഓല് നിന്നെ തൈ വെക്കുന്നതിനാണ്. അടിപൊളി. അതാണ് തന്ത്രപരമായ ഇടപെടൽ എന്ന് പറയുന്നത്. അതെ ഞാനിങ്ങനെ ആലോചിക്കും, അത് പല പ്രാവശ്യം ഇങ്ങനെ ആലോചിക്കും. അതാണ് ഉമ്മയുണ്ടോ വണ്ടിയിൽ. ശരി, നമുക്കെന്നൊരു ഡ്രൈവിന് പോലെ പൈസ. ഓക്കെ. ഇപ്പോൾ ഫൈസൽക്ക, നമ്മളതപ്പോൾ മായബാക്കിലാണ് ഉള്ളത്. അതെ, മായബാക്ക് വാങ്ങിയതും അല്ലെങ്കിൽ ഓർമ്മ ഉണ്ട്. അതെ, അതല്ലെങ്കിൽ ഫോട്ടോയിൽ അയച്ചു. അപ്പോൾ ഫസ്റ്റ് വണ്ടി എന്നുള്ളൊരു എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. നിങ്ങളെ ലൈഫിൽ സ്വന്തമായിട്ട് വാങ്ങിയ ഫസ്റ്റ് വണ്ടി സ്വന്തമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഒരു കമാൻഡർ അല്ല, കമാൻഡർ പറഞ്ഞിട്ടുണ്ടാവും. അത് എല്ലാവരും കൂടി വായിച്ചാ. പിന്നെ നമ്മള് വണ്ടി വാങ്ങുക പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക്. അപ്പം സമ്മതിക്കൂല, പണ്ട് പെർമിഷൻ വേണ്ടേ. ശരിയാ. ഉപ്പ ഹജ്ജിന് പോയ സമയത്ത് ഫസ്റ്റിൽ നമ്മളൊരു 800 കാറ് മാരുതി, അതാണ് നമ്മളെ ഫസ്റ്റ് കാറ്. അപ്പൊ ആ തിരിച്ചു വന്ന് ഇപ്പൊ അങ്ങനെ പേടിച്ചിട്ടെല്ലാം കൂടി കണ്ട് ഇത് പഴയ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ വലിയ പ്രശ്നമില്ല. 800 കാറ്. അപ്പോൾ 800 തുടങ്ങി ഇപ്പം റോൾസ് റോയ്സിൽ വരെ എത്തിയിട്ടുണ്ട്. റോൾസ് റോയ്സ് മോക്ക് വാങ്ങിയാണെങ്കിൽ ഫാമിലിയുള്ളൊരു വണ്ടിയാണ്, നിങ്ങൾ ഫാമിലി മാനുമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം ഇപ്പം വണ്ടി എന്ന് പറഞ്ഞാൽ സാധാരണ ബിസിനസ്സാനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ നിങ്ങൾ വണ്ടിയിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടാവും, രസകരമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പം പല ആൾക്കാരെ, ഇപ്പം പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെ വലിയൊരു എന്താ പറയുക ഏറ്റവും വലിയ പ്രതിഭയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ ലാലേട്ടൻ്റെ കൂടുതൽ യാത്രയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവല്ലോ. അങ്ങനെ രസകരമായിട്ടുള്ള എന്തൊക്കെ 1-2 എക്സ്പീരിയൻസ് നമ്മളെ ഓഡിയൻസ്? ലാലേട്ടൻ്റെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടില്ല. ലാലേട്ടൻ്റെ കൂടെ ഒരു പ്രസ് മീറ്റ് ഇരുന്നിരുന്നു. പ്രസ് മീറ്റിലിരുന്ന് ആ സമയത്ത് ഞാൻ ഭയങ്കര പേടിയാണ് എനിക്ക് സംസാരിക്കാനൊക്കെ. എനിക്ക് പ്രത്യേകിച്ച് ലാലേട്ടനുള്ള ആൾക്കാരാകുമ്പോൾ ഞാൻ ബബ്ബ പഠിച്ചു. കാരണം അത്രയും അവരോട് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ബിഗ് ഫാനും ആണല്ലോ. അപ്പം ഞാൻ ഇയാളെ കൂടെ പ്രസ് മീറ്റ് ഇരിക്കുമ്പോൾ എനിക്ക് എന്തെല്ലോ ആദ്യമായിട്ട് ഒരു ജാതി എന്താ പറയുക ഒരു സഭാകമ്പവും അങ്ങനെ ഞാൻ ബബ്ബ പഠിച്ചു. അന്ന് നന്ദി പറയേണ്ട ആൾ ഞാനായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പിന്നെ കമ്പനിയിൽ നിന്ന് ബബ്ബ പഠിച്ചോണ്ട് എന്നോട് പറഞ്ഞിട്ട് മേലിൽ ഇനി പ്രസ് മീറ്റിലൊന്നും ഇരിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി കരഞ്ഞു ആ സമയം കഴിഞ്ഞിട്ട്. ഞാനിത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പരിപാടികളൊക്കെ ചെയ്തു. അപ്പോൾ ബിസിനസ് കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞൊരു ഹമ്പിൾ ബിഗിനിങ്ങിലും തുടങ്ങിയാണ് മൊത്തം മലബാർ ഗ്രൂപ്പ്. മലബാർ ഗ്രൂപ്പിൽ തന്നെ എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ പർച്ചേസിലായിരുന്നല്ലോ അല്ലേ? അതെ, പർച്ചേസ്. ഇപ്പോൾ നിങ്ങൾ പ്രൊഡക്ഷൻ? ഇപ്പം ഞാൻ ജ്വല്ലറി മാനുഫാക്ചറിങ്. എങ്ങനെയായിരുന്നു തുടക്കവും ഇവിടെ എത്തിയിരിക്കുന്നതല്ലോ? കാരണം നമ്മൾ അഹമ്മദ് ഖാൻ്റെ വേർഷൻ നമ്മൾ കേട്ടതാണ്, എന്നാലും നിങ്ങൾക്കും ഒരു അനുഭവം ഉണ്ടാവല്ലോ. തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അഹമ്മദ് ഖാണ് നമ്മളെ കൈപിടിച്ചിട്ട്. ഞങ്ങൾ ശരിക്കും മേപ്പയൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. അപ്പം ഞാൻ എൻ്റെ പഠിക്കാൻ വളരെ മോശമാണ്. അപ്പോൾ ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടൊരു ഡിഗ്രി ജസ്റ്റ് അങ്ങനെയല്ലോ ഒരു 5-8 പ്രാവശ്യം എഴുതി അങ്ങനെ എടുത്ത്. പക്ഷേ എൻ്റെ അനിയ പെട്ടെന്ന് അഹമ്മദ് ഖാൻ്റെ കൂടെ കൊപ്ര ബിസിനസ്സിലേക്ക് പോയി. അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പം ഞാനിങ്ങനെ ബസ് കണ്ടക്ടർ അങ്ങനെ ഉണ്ടല്ലോ, ടിക്കറ്റ് ഇതെല്ലാം ഇങ്ങനത്തെ ഒക്കെയാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ അവസാനം അഹമ്മദ് ഖാൻ ലാസ്റ്റ് രക്ഷയില്ലായിട്ട് അഹമ്മദ് ഖാൻ്റെ അടുത്ത് പോയിട്ട് എന്നെയും കൂടി നിങ്ങളൊന്ന് കൊണ്ടുപോകണം. ഞാൻ അഹമ്മദ് ഖാൻ എന്നെ കൈപിടിച്ചിട്ട് കോഴിക്കോടെ കൊണ്ടുവന്നു. കൊപ്രയിൽ 93 ജ്വല്ലറി തുടങ്ങുന്ന സമയത്തും ഞാൻ അഹമ്മദ് ഖാൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അന്ന് ആ ഇൻവിറ്റേഷൻ കിട്ടിയാലും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഇളന്നിരി കിട്ടി ഓർമ്മയുണ്ട് എനിക്ക്. അത് ഞാൻ വന്നിട്ടില്ലായിരുന്നു, ഉപ്പാണ് വന്നത്. പക്ഷേ ഇൻവിറ്റേഷനിലും കിട്ടി എനിക്ക് ഓർമ്മയുണ്ട്. ഉപ്പാലും പറഞ്ഞിട്ട് വരിക. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ കോഴിക്കോടും അല്ലെങ്കിൽ നമ്മളൊരു റീജിയനെ ആണല്ലോ നിങ്ങൾ ബ്രാൻഡ് ചെയ്തില്ല മലബാർ. അതിപ്പം ലോകത്ത് അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറി. അതെ. ഇപ്പം ഈ ഒരു അവസരം നിൽക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ
എനിക്ക് തോന്നുന്നു മാനുഫാക്ചറിങ്, ഗോൾഡ് മാനുഫാക്ചറിങ് മലബാർ അല്ലേ? ഗോൾഡ് മാനുഫാക്ചറിങ് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് വേൾഡ് നമ്പർ 1 ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇന്ത്യ ആൻഡ് UAE കൂട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പെർ ഡേ 100 കിലോ ഒക്കെ മാനുഫാക്ചറിങ് ആയിട്ടുണ്ടാവും. കറക്റ്റ് കണക്ക് എനിക്ക് ഇന്ത്യൻ്റെ കണക്ക് എടുത്ത് നോക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ശരിക്കും വേൾഡ് ജ്വല്ലറി മാനുഫാക്ചറിങ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഷോപ്പ് ഇന്തോനേഷ്യയിലുള്ള ഒരു കമ്പനിയാണ്. ശരിക്കും ഇപ്പം തോന്നുന്നത് മലബാർ ഗോൾഡ് ആയിരിക്കും. അതല്ലെങ്കിൽ 4 or 5 മാസം കൊണ്ട് വേൾഡ് നമ്പർ 1 ജ്വല്ലറി മാനുഫാക്ചറിങ് കമ്പനി ആയിട്ട് മലബാർ ഗോൾഡ് മാറും. ഒരു സംശയമില്ല, ഒരു 5, 6, 7 മാസം കൊണ്ട്. അതെ. അപ്പം ആദ്യം ഒരു പർച്ചേസിൽ നിന്ന് ഇപ്പം മാനുഫാക്ചറിൽ നിൽക്കുമ്പോൾ രണ്ടിൻ്റെ ഒരു ഡിഫറൻസ്, ഒന്ന് ബൈയിങ് ആണ്, ഒന്നും മാറ്റിയെടുക്കലാണ്. ഏറ്റവും രസമുള്ള പരിപാടി മാനുഫാക്ചറിങ് ആണ്. ആണല്ലേ? ഈ മാനുഫാക്ചറിങ്ങിലാണ് ഇന്നോവേഷൻ, പുതിയ ഡിസൈൻസ്, അത് ഭയങ്കര രസമാണ്. ഇപ്പം തന്നെ ഒരു പുതിയ വള വന്ന് അല്ലെങ്കിൽ ഒരു പുതിയ നെക്ലേസ് ഉണ്ടാക്കുമ്പോൾ അതിൽ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അത് എന്താ പറയുക, ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഭയങ്കര ഹാപ്പിയാണ്, എന്തിനേക്കാളും വലിയ ഹാപ്പിയാണ്. അതെ അതെ, ഗ്രേറ്റ്. അതേ സമയത്ത് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളെ മലബാർ എന്തൊക്കെ പറഞ്ഞാലും മലബാർ ഗ്രൂപ്പിൻ്റെ വളർച്ചയിൽ നമ്മളെ ചെയർമാൻ്റെ ഒരു പങ്ക് ഭയങ്കരമാണ്. കാരണം അന്നേ അദ്ദേഹത്തിന് ഒരു ലോങ് വിഷണറി ഉണ്ട്. അന്നേ അദ്ദേഹം പറയായിരുന്നു പെർ ഡേ ഒരു 100 കിലോ സെയിൽ ചെയ്യുമെന്ന്. അതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ എന്തെന്നായി പറയുന്നത് നമ്മളൊന്ന് അപ്പോൾ ഇതൊക്കെ ശരിക്കും മൂപ്പർ എന്താ ഇത് റിയൽ ആയിട്ട് കാണിച്ചു. അല്ല, അതാണ് എപ്പോഴും നമുക്കൊരു ഗോഡ് ഫാദർ തന്നെയാണ്. ഒരു വിഷൻ വേണം. നമ്മൾ സാധാരണ ഒരു കുന്നോളം ആഗ്രഹിച്ചാൽ നമുക്ക് എല്ലോളം കിട്ടുള്ളൂ എന്ന് വരും. അപ്പോൾ ആ എല്ലോളം കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും വലിയ വിഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ അത്രയും കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം, മുഹമ്മദ് ഖാനയുടെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത സമയത്തും പറഞ്ഞിട്ട് നമുക്കറിയാവുന്ന വലിയൊരു മനുഷ്യരാണ് അബ്ദുൽ കലാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഡ്രീം ചെയ്യാനാണ്. അപ്പോൾ ഫൈസൽക്ക് ഡ്രീം ചെയ്തിട്ട് നേടിയിട്ടുള്ള വലിയൊരു അച്ചീവ്മെൻ്റ് എന്തായിരിക്കും? ഇപ്പം എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വല്ലറി മാനുഫാക്ചറിങ് ഒരു പാഷനായിട്ട് എടുത്തിട്ട് എനിക്ക് ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് മലബാർ ഗോൾഡ് ഉറപ്പാണ് എന്താ വെച്ചാൽ വേൾഡ് നമ്പർ 1 ആവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ട്. ചെയർമാനൊക്കെ ഒരു വിഷണറി പോയിക്കൊണ്ട് അതോടൊപ്പം തന്നെ B2B ബിസിനസ്, നമ്മളെ B2B ബിസിനസ് എനിക്ക് തോന്നുന്നത് നമുക്കൊരു നമ്പർ 1 ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അത് മലബാർ ഗോൾഡിലെ ടേൺ ഓവറിൽ വീണ്ടും നമ്പർ 1 ആക്കും. കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് പുറത്തുള്ള കമ്പനികൾക്കും കോർപ്പറേറ്റുകൾക്കും കൊടുക്കണമെന്ന് വലിയൊരു, അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഡ്രീം. പഠിച്ചോണം, ദൈവം എത്തിക്കട്ടെ. ഓക്കെ. പിന്നെ ഇപ്പം ഇതെല്ലാം നമ്മൾ ബിസിനസ് സൈഡാണ്. ഫൈസൽഖാൻ്റെ വേറൊരു മുഖം, ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് ഫേസ് ഉണ്ട്, നിങ്ങളത് ശരിക്കും എൻജോയ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ ഒരു എന്താ പറയുക നേടിയെടുത്തിട്ടുള്ളതെന്ന് തന്നെ പറയാവുന്ന സാധനമാണ് ഒരു ഇൻഫ്ലുവൻസർ സ്റ്റാറ്റസ്. വീഡിയോ ചെയ്യുന്നു, റീല് ചെയ്യുന്നു, വളരെ ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതൊന്നും ഈ സഭാകമ്പം ഉണ്ടായിടത്തൊന്നും ഇവിടെ എത്തിയതിൻ്റെ ആ ഒരു ജേണി എന്തായിരുന്നു? ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞില്ല നേരത്തെ, അതായത് ഞാനൊരു 3 നാൾ കൂടുതൽ സംസാരിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. ഒരു കോൺഫിഡൻസും ഇല്ലാത്ത ആളായിരുന്നു. ഭയങ്കര പേടിയായിരുന്നു, അസൂയായിരുന്നു. മറ്റുള്ള ആൾക്കാരൊക്കെ നല്ലത് ചെയ്യുമ്പോൾ അങ്ങനെയെങ്കിലും അവരെ കുറ്റം പറയാം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, കുറേ അനുഭവങ്ങൾ നമ്മൾ എത്തുന്നില്ല ഇവിടെ, നമ്മളെ കരിയർ ഗ്രോത്ത് ഒക്കെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള രീതിയിൽ പല റോട്ടറി, ലയൺസ്, ടോസ്റ്റ് മാസ്റ്റർ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തു, കുറേ ട്രെയിനിങ് ക്ലാസ്സുകൾ, ഇതൊക്കെ നമ്മളെ മാറ്റിമറിച്ചു. നമ്മളതിൻ്റെ പിന്നിലങ്ങോട്ട് നിന്നു. അപ്പം കുറേ നമുക്ക് അതിൽ മാറ്റം ഉണ്ടായി. അപ്പോൾ അത് ഞാനൊരു അഡ്വൈസ് എന്നൊന്നും പറഞ്ഞ ഒരു ചെറിയൊരു കാര്യം, നമ്മൾ പൊതുവേ മലയാളികൾക്കുള്ളൊരു നേച്ചറാണ് ഒരു ഇൻട്രോവേർട്ട് നേച്ചറും ഒരു സഭാകമ്പമല്ലോ. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്താൽ പറ്റുള്ളൂ, വേറെ ആരും സഹായിക്കില്ല. വേറെ ആളും നമ്മളെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. നമ്മളായിട്ട് അതിൻ്റെ മുകളിൽ ഇനീഷ്യേറ്റ് ചെയ്യണം, നല്ലതാണ് അത് ശരിയാവുള്ളൂ. അതെ. ഫൈസൽക്ക, നിങ്ങൾ ദൂരയാത്രകളെല്ലാം ചെയ്യാറുണ്ട്, ബൈ റോഡ് ചെയ്യാറുണ്ടോ? ബൈ റോഡ് കുറവാണ്, എന്നാലും ഒമാന് ഇതുപോലെ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ നിന്നാണെങ്കിൽ ശരിക്ക് നല്ലൊരു യാത്ര, ഒരു 1500 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ആണോ? അത് ശരി. അതെവിടെയൊക്കെ കയറുന്നു? അത് കോഴിക്കോട് നിന്ന് പിന്നെ മുന്നാർ കൂടി തമിഴ്നാട്, ബാംഗ്ലൂർ ഇങ്ങനെ വന്നു, പിന്നെ കോഴിക്കോട് എത്തി. ശരി, കറങ്ങി വന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ യാത്ര എല്ലാതെയും ചെയ്യാറുണ്ട്? അപ്പോൾ യാത്ര നന്നായിട്ട് ഇപ്പം ചെയ്യാറുണ്ട്. ഇപ്പം ശരിക്കും യാത്ര ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട്. നാളെ ഇപ്പോൾ യാത്ര ചെയ്യാൻ പോവാണ്. പറഞ്ഞല്ലോ. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ യാത്ര ചെയ്തതിൽ നിങ്ങൾക്കൊരു വളരെ ഇഷ്ടപ്പെട്ടല്ലേ, മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമോ അനുഭവം എന്തുണ്ടെങ്കിൽ? യാത്ര ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പറഞ്ഞ മാതിരി ഈ ഓസ്ട്രേലിയ. എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അടുത്ത് പോയ ഗവൺമെന്റ്. അതെ അതെ. പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി കാശ്മീർ, നമ്മളെ ഇന്ത്യൻ്റെ കാശ്മീർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എക്സാക്ട്ലി. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശ്രീലങ്ക ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം. ശ്രീലങ്ക.
നിങ്ങൾ ഈ പോകുന്ന സ്ഥലങ്ങളിൽ അധികം ഈ ചൈന ഇസ് ഭയങ്കര ടെക്നോളജിയിലായാലും ഈ ഇന്നോവേഷന്റെ കാര്യത്തിലൊക്കെ ചൈന ലോകത്തിൽ തന്നെ നമ്പർ 1 എന്ന് തന്നെ പറയാം. പൊതുവെ നമ്മൾ ഇന്ത്യയിലുള്ള കുഴപ്പമില്ല, നമ്മൾ ഇന്ത്യയായിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം ചൈനയെ കുറിച്ച് അധികം അറിയുന്നില്ല. അതുകൊണ്ട് അറിയുന്നില്ല എത്രത്തോളം ചൈന ഡെവലപ്പ് ആയിരുന്നില്ല. ചൈന ഒക്കെ പ്രത്യേകിച്ച് ടൂറിസം ഒരു രക്ഷയില്ല, ഇൻഫ്രാസ്ട്രക്ചർ. അതെ, അത് അവർക്ക് പുറത്തുനിന്നൊന്നും ആൾ വരണം, ഡൊമസ്റ്റിക് ടൂറിസം മാത്രം മതി. വലിയ രാജ്യമാണ്, ഒരുപാട് ആൾക്കാരും ഉണ്ടല്ലോ. അതെ അതെ. ഫൈസൽക്കാ, ഏതായാലും നമ്മള് വീട്ടിൽ ക്ഷണിച്ച് വന്നെങ്കിലും ഞാനൊരു വീഡിയോ ആക്കി. പക്ഷെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു നിങ്ങളായിട്ട്. നമ്മൾ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എനിക്ക് അലീം പോലത്തെ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊരു ഫുഡിയാണ്, ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണ്. പിന്നെ ആസ്വദിച്ച് കഴിക്കാന്നുള്ളതാണ്. അതെ അതെ. പിന്നെ നമ്മള് ഈ പറഞ്ഞ കുറേ ദിവസം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സാധാരണ നാടൻ ഭക്ഷണം കിട്ടുമ്പോഴുള്ള സന്തോഷം അത് അഡീഷണലി കിട്ടി. എന്തായാലും കുടുംബത്തിനെല്ലാം തന്നെ അതിൻ്റെ ഒരു താങ്ക്സ് നിങ്ങൾ പറയണം, ഞാനും പറയാം. എന്തായാലും വളരെ സന്തോഷം ഫൈസൽ നിങ്ങളെ കൂടെ ഈ വീഡിയോ ചെയ്യാൻ സാധിച്ചാൽ. നിങ്ങൾ ഉപ്പനോട് പ്രത്യേകം സലാം പറയണം. ഞാൻ പറയും, എന്തായാലും പറയും ഇൻഷാ അല്ലാ. കാരണം ഉപ്പെല്ലാം ചെയ്യുന്ന ഒരു കാര്യങ്ങൾ എനിക്ക് ഭയങ്കര വളരെയധികം എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ചാരിറ്റി ഒരുപാട്. കാരണം നമ്മൾ ഇനി മരിച്ചൊക്കെ പോകും. അതെ, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളാണ് നമ്മളെ സമ്പാദ്യമായിട്ട് മാറുക. അതെ, നമ്മളൊരു നല്ല സംസാരം ഉണ്ടെങ്കിൽ അത് നമ്മളൊരു സമ്പാദ്യമാണ്. അതെ, നമ്മളെ നല്ലൊരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അത് നല്ലൊരു സമ്പാദ്യമാണ്. അതെ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഇപ്പോൾ ചെയ്യുന്ന CSR ആക്ടിവിറ്റീസാണ്. അതെ, എക്സാക്ട്ലി. അത് മലബാർ ഗ്രൂപ്പ് ഒരുപാട് ചെയ്യുന്നതാണ് എനിക്കറിയാം. നമ്മളെല്ലാവരും അതിൻ്റെ വലിയൊരു പുണ്യം പ്രതീക്ഷിക്കുന്നത് അവിടെ ആയതുകൊണ്ട് അതിനെ കൂടുതൽ പരസ്യമായിട്ട് ഞാൻ പറയാറില്ലെന്നേ ഉള്ളൂ. അതെ അതെ. അപ്പോൾ അനി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ, എൻ്റെ സണ്ണില്ലോ ഫവാസ് മോൻ ഞാൻ വിളിക്കുക. ഫവാസിന് മോൻ മുപ്പറാണ് ശരിക്കും വണ്ടീൻ്റെ ഓനും ജാസിമും ആണ് വണ്ടീൻ്റെ പ്രാന്തമാർ. മുപ്പറാണ് ജാസിനെ പറ്റിച്ചത്. മുപ്പറ സിസ്റ്ററിന് വണ്ടി വാങ്ങാൻ പറഞ്ഞിട്ട് മറ്റേ ഈ GLE സർപ്രൈസ് കൊടുത്ത്. ഇതാണ് ഫാസ്റ്റിന് വണ്ടി അല്ലേ, റാപ്റ്റർ. കണ്ടാലറിയാം ഒന്ന് ഓഫ് റോഡെല്ലാം പോണ ആളാന്ന്. എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് വേണ്ടത്. ഫൈസൽ ഈസ് എ പേഴ്സൺ ഹു എൻജോയ് ലൈഫ്. ഫവാസും അതേപോലെ തന്നെ എൻജോയ് ചെയ്യാം. കണ്ടുപഠിക്കണവിടെ തന്നെയാണ്. ഫവാസിന്റെ വേറൊരു സുഖം വെച്ചാല് ഫവാസ് പിയാപ്പിള രണ്ടാളെടുത്ത് കോഴിക്കോടുന്നാണ്. ഇനിയിപ്പോ മൂത്ത പെങ്ങളെ കല്യാണം കഴിച്ചത് ഫറൂഖിലാണ്. നമ്മളെ ജവഹർ ഖാന്റെ പെങ്ങളെ മോനാണ്. ഇപ്പൊ രണ്ടാമത് നമ്മളൊരു കസിന്റെ മോനാ കല്യാണം കഴിക്കുന്നത്. നമ്മളെ 100 തിരിച്ചു പോലെ എന്തായാലും വളരെ സന്തോഷം. കോഴിക്കോട് ഒരു വീട് വാങ്ങാനുള്ള പരിപാടി ഉണ്ട്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. എന്തായാലും നിങ്ങളായിട്ടുള്ളൊരു ബന്ധം എപ്പോഴും നിലനിർത്തട്ടെ. നമ്മളൊരു സഹോദര ബന്ധത്തിലോ 10-20 വർഷമായിട്ട്, 20 25-30 വർഷമായി ഉണ്ടാവും. ഞാൻ വളരെ ചെറുപ്പം മുതലേ കാണുന്നതാണ്, അപ്പൊ അതുകൊണ്ട് നല്ലോണം അറിയുന്നതാണ്. സന്തോഷം. നല്ല നല്ല വീഡിയോസ് വരട്ടെ. ഇൻഷാ അല്ലാ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ. ദുആ ചെയ്യ്. ഓക്കേ, അസ്സലാമു അലൈക്കും.